എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന 2 വാൾ ഡെക്കറുകളാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു CD എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ സെൻറ്ററിലെ ഹോള് ഒരു മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് കവർ ചെയ്ത് ഒട്ടിക്കുകയാണ്. ഇവിടെ മാസ്കിൻ ടേപ്പ് തന്നെ ഒട്ടിക്കണമെന്നൊരു നിർബന്ധവുമില്ല. ഒരു ചെറിയൊരു പേപ്പർ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അങ്ങ് ഒട്ടിച്ച് വെച്ചാലും മതി. ഞാൻ ഇതിന് മുകളിൽ ബേസ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് കളർ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ വൈറ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. തൽക്കാലം നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ആദ്യം കട്ടിയില്ലാത്ത 2 ചെറിയ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഒരു പീസിലേക്ക് ഇതാ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇതാ ഇങ്ങനെയും വരച്ചു കൊടുക്കും. ഇനി വരച്ച ഭാഗങ്ങളിലൂടെ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ ഇങ്ങനെ ഒരു കുഞ്ഞു പീസും കൂടെ കട്ട് ചെയ്തു. ഞാൻ ഇതിന് മുകളിലെല്ലാം ഒന്ന് വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റ് എല്ലാം ഉണങ്ങിയതിന് ശേഷം ഇതിന് മുകളിലേക്ക് അടുത്ത കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതിനകത്തൊരു മൂങ്ങ വരച്ചെടുക്കുകയാണ്. ഞാൻ ഈ ഫസ്റ്റ് കളറിനകത്ത് ലേശം റെഡും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു കളർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. മൂങ്ങയുടെ കണ്ണിൻ്റെ ഭാഗമാണ് കളർ ചെയ്യാതെ ഒഴിച്ചിട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ കളറിലും ഒരു മൂങ്ങ വരച്ചെടുക്കുന്നു. ഇതൊരു തടിയുടെ കണക്കുള്ള ഒരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഒക്കറല്ലോ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് ബ്രൗണും കൂടെ കൊടുക്കുന്നു. നമ്മുടെ CD-യുടെ മുകളിലേക്ക് ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ മൂങ്ങയുടെ ബാക്കി ഡീറ്റെയിലിംഗ് ഒക്കെ ഞാനൊരു CD മാർക്കർ വെച്ചിട്ട് അങ്ങ് ചെയ്യുകയാണ്. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തെടുക്കാൻ പറ്റും. CD-യുടെ മുകളിലേക്ക് ചെറിയ സ്റ്റാർസ് പോലെയൊക്കെ ഒന്ന് വരച്ചെടുക്കുകയാണ്. കളറെല്ലാം ട്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിലാണ് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വർക്കാണ്. നേരത്തെ പോലെ തന്നെ ഒരു CD ഞാൻ ബേസ് കോട്ടൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് താമരപ്പൂവിൻ്റെ പടമാണ് വരച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇലകളും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ താമരപ്പൂവിലെല്ലാം ലൈറ്റ് പിങ്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റും ലേശം റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പൂവിൻ്റെ ഇതളുകളുടെ അരികുകളിലെല്ലാം കുറച്ചും കൂടെ ഡാർക്ക് പിങ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇലകളിലെല്ലാം ആദ്യം ഒരു ലൈറ്റ് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഡാർക്ക് ഗ്രീൻ വെച്ച് ഇതിനകത്ത് ഡീറ്റെയിലിംഗ് കൂടെ ചെയ്ത് കൊടുക്കും. പൂവിൻ്റെ ഇരകളിലേക്ക് തണ്ടുകൾ ഡാർക്ക് ഗ്രീൻ കൊണ്ട് തന്നെ അങ്ങ് വരച്ചു കൊടുക്കും. ഇത് വെള്ളത്തിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നതിന് വേണ്ടിയിട്ട് ഇത്ര ഒരു പോർഷൻ ജലോപരിതലം പോലെ അങ്ങ് വരച്ചെടുക്കുകയാണ്. ബാക്കിയുള്ള പോർഷനുകളൊക്കെ ലൈറ്റ് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് ഒരു ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ ഭാഗത്തൊരു റൗണ്ട് പോർഷൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിരിക്കുന്നത്. ഈ പോർഷനിലേക്ക് അങ്ങ് യെല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇവിടെ ഈ സൂര്യനെയാണ് വരച്ചിരിക്കുന്നത്. ചെറിയ റേസ് പോലെ ഇതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ ഇതിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എൻ്റെ ഈ ചാനൽ കാണുന്ന ഒരു ചെറിയ കുട്ടി എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള വാൾ ഡെക്കർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇതിന് മുമ്പ് ആരോ ഇങ്ങനെ പറഞ്ഞിരുന്നു CD വെച്ചിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യണേ. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഒരു ഒറ്റ ഐഡിയയിലെങ്കിൽ ചെയ്തെടുത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് വളരെ സിമ്പിളായിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും വരയ്ക്കാവുന്ന തരത്തിലുള്ള ഒരു വർക്ക് ചെയ്തത്. ആർക്കെങ്കിലും ഏതെങ്കിലും പ്രത്യേക ക്രാഫ്റ്റുകൾ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ആളെന്ന ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായി. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.